ചരക്ക് കൊണ്ടുവന്ന കടവത്തിറക്കി കച്ചവടം നടത്തിയതേ തെമ്മാടിത്തരം തന്നെ. ചന്തക്കരാറ് പിടിച്ചിരിക്കുന്ന ഞങ്ങൾ പിന്നെ എന്തോ ചെയ്യണം? കൊച്ചുമൂപ്പഴ കുറ്റം പറയാൻ വന്നേക്കണു. ഇടോ, അവൻ തല്ലി നേരാ. ഞാനായിരുന്നെ കത്തിച്ചേനെ തന്റെ ചരക്കും വെള്ളമൊക്കെ. ചരക്ക് വിൽക്കണോ? ചന്തയിൽ ഇറക്കിക്കോ, കരം തന്നോ, വിറ്റോ. അല്ലാണ്ടുള്ള ഒരു കളിയും നടക്കത്തില്ല. ആ ചാക്കൊഞ്ഞല്ലേ. എന്നാ പിന്നെ ഞാൻ കൊച്ചുമൂപ്പനെ കണ്ടേച്ചും വരാം. ആ എന്താ തള്ളേ കൊച്ചു വെളുപ്പാൻ കാലത്ത് പാതിരാക്കാരെങ്കിലും ചെറ്റ പൊളിക്കാൻ വന്നോ? അതൊന്നുമല്ല മൂപ്പ. നിങ്ങളുടെ അരുന്തരവൻ വെട്ടും കുത്തും കൊണ്ട് ചോര ഒലിപ്പിച്ച് ഞങ്ങളുടെ കടവത്ത് വന്നടിഞ്ഞു. വാസുവിന്റെ മോൻ ഉപ്പൻ രാഘവൻ. അവൻ എന്നേരും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അവകാശവും ചോദിച്ചോണ്ട്. പക്ഷെ ഇപ്പരുവത്തി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തള്ളമോ, ഞാൻ വന്നേക്കാം. വേലായുധാ. ഓ രാഘവ, എന്തോ? ആ കയറ്റുകെട്ടിലിങ്ങെടുത്തോ, രണ്ടാളെയും കൂട്ടിക്കോ. കമ്പൗണ്ടറുടെ കയ്യിൽ സംഗതി നിന്നില്ല. ഡാക്ടറെ തന്നെ കൊണ്ടുവരേണ്ടി വന്നു. 3-4 സൂചി വെച്ചു, 4-5 ഗുളികയും വാങ്ങിച്ചു കൊടുത്തു. അങ്ങ് ആശുപത്രിയിലോട്ട് എടുക്കാൻ പറഞ്ഞതാ ഡാക്ടർ. സമ്മതിക്കണ്ടേ, ശരീരത്തിൽ ഒരു ഭാഗവും ബാക്കിയില്ല, മുഴുവൻ വെട്ടും കുത്തുക. കെണ്ണിന് എണ്ണു കൊടുക്കുമ്പോ ഓർക്കണമായിരുന്നു. മുറിവും ചതവൊന്നും സാരമില്ല, ഒടികൊണ്ടേ സൂക്ഷിക്കണം. ആശുപത്രിയോട്ടെടുത്ത പോലീസ് കേസാ. വേണമെങ്കിൽ വല്ല വൈദ്യന്മാരെയും കാണിക്കാം. എന്നാ പിന്നെ അങ്ങോട്ടെടുക്കാം. എന്താല്ലേ ഭാസ്കര? എന്തോ? ആ കട്ടിലിങ്ങെടുത്തോ. വേണ്ട, എന്നെ അങ്ങോട്ടും എടുക്കണ്ട. കട്ടിലും കൊണ്ട് ശവം കൊണ്ടുപോകാൻ വന്നായിരിക്കും. രാഘവ, രാവില ചത്താലും എന്റെ ശവത്തെ തൊടാൻ പോലും നിങ്ങളെ ആരെയും ഞാൻ സമ്മതിക്കില്ല. വരണടാ.